ഹായ് ഓൾ. അപ്പോൾ ഇത് നമ്മൾ സഫാരി പാർക്കിലെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എടുക്കുന്ന ടിക്കറ്റിനനുസരിച്ചിരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ സർവീസും. അതുകൊണ്ട് തന്നെ ഒത്തിരി നടക്കാനുള്ളത് കാരണം നിങ്ങൾക്ക് ട്രെയിൻ സർവീസ് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതും കൂടി ബുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 5 പാർട്ടായിട്ടാണ് ഇവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സഫാരി പാർക്ക്. പിന്നെ നമുക്ക് ആനിമൽസിന് ഫീഡ് കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ഒത്തിരി ഭംഗിയുള്ള ഫ്ലെമിംഗോസിനെയും പിന്നെ അത് ഈ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങിനെയും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ്. ഈ ഗുഹയ്ക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് വേറൊരു ടൈപ്പ് ഫ്ലമിംഗോയിനാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അറേബ്യൻ ഡെസേർട്ട് സഫാരിയാണ്. അത് അവരുടെ ബസ്സിൽ നമ്മളെ കയറ്റിയിട്ട് അവർ കൊണ്ടുപോകുന്നു. ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ഓരോ അനിമൽസിനെയും തൊട്ടടുത്ത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഓരോ അനിമൽസിനെ കുറിച്ചും ബ്രീഫായിട്ട് പറഞ്ഞു തരാൻ നമ്മളെ കൂടെ ബസ്സിലൊരു ഗൈഡുണ്ട്. ഗൈഡ് ഓരോ അനിമൽസിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അത് ഏത് കൺട്രിയിൽ നിന്നാണ് ഉള്ളതെന്നും ഒക്കെ പറഞ്ഞു തരും നമുക്ക്. പിന്നെ നമുക്ക് ഇൻസൈഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരും. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഫോട്ടോ എടുക്കരുത്, അതൊക്കെ ഈ ആനിമൽസിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇൻസൈഡിൽ നിന്ന്. എല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ച് നേരെ തിരിച്ചു പോകുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കിഡ്സ് ഫാമിലേക്കാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വലുതും ചെറുതുമായ കുറേ ആമകളെയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തെത്തിയപ്പോഴേക്കും നന്നായി വിശപ്പ് തോന്നി. ഗസൽ അൽ മദീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻസൈഡും ഇരിക്കാൻ പറ്റും, പക്ഷേ ഔട്ട്സൈഡും ഇരിക്കാൻ പറ്റും. ഔട്ട്സൈഡ് അവരൊരു ഓപ്പൺ ആംബിയൻസിൽ കുറേ ലൈറ്റൊക്കെ ഒടിച്ച് നല്ല സൂപ്പറായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് വേഗം ഫുഡ് അടിച്ചു. പിന്നെ അവിടെ തന്നെ തട്ടുകട സ്റ്റൈലിൽ പലതരം ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഉപ്പിലിട്ട ഐറ്റംസ് കൂടി അങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പൈനാപ്പിളും ഒരു മാംഗോയും എടുത്ത് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മളെ സഫാരി സ്റ്റോറി ഇവിടെ കഴിഞ്ഞു. ഓക്കെ, ബൈ.